എന്തും വിളയുന്ന മണ്ണാണ് അട്ടപ്പാടിയിലേത്. റൊഗാത്തെ ആശ്രമത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. തെങ്ങും വിവിധ ഇനങ്ങളിൽപ്പെട്ട മാവുകളും നെല്ലിയും കവുങ്ങും മറ്റ് പല ഫലവൃക്ഷങ്ങളും ആശ്രമത്തിന്റെ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ ചാസ്റ്റിറ്റി, പോവർട്ടി, ഒബീഡിയൻസ്, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നിവയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ പരീക്ഷണങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു അത്ഭുത മനുഷ്യനല്ല ഞാൻ. എന്നാൽ ഈ വിശുദ്ധി പാലിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. പൊതുവായിട്ട് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ 2-3 തലങ്ങളാണ് എന്നെ പ്രധാനമായിട്ടും സ്വാധീനിച്ചിട്ടുള്ളത്. ഒന്ന്, വചനത്തോടുള്ള അടങ്ങാത്ത ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പിന്നെയും വായിച്ച് അതിനോടൊരു കൊതി വരും. നമുക്ക് ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു വേറെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർത്തി വരും. ഇനിയും വേണം എന്നുള്ളൊരു ആർത്തി. എന്നാൽ അത് ചുമ്മാ വായിച്ച് പോവുക എന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ ബോധ്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ബൈബിളിൽ അതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായി എഴുതിയിടും. ഇങ്ങനൊരു കാര്യമാണ് അങ്ങനെയൊക്കെ എഴുതിയിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുടെ വചനത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള അഭിഷേകം, അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ അയാളെ ഹെൽപ്പ് ചെയ്യാനും ഈ കൃത്യമായിട്ട് നിരന്തരം വചനം വായിക്കുമ്പോൾ അത് സഹായിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈശോയോട് നടത്തുന്ന വ്യക്തിപരമായ വർത്തമാനം പറച്ചിലാണ്. ചുമ്മാ വർത്തമാനം പറച്ചിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു സുഹൃത്തിനോടെന്ന പോലെ, ചിലപ്പോൾ ഒരു അപ്പച്ചനോടെന്ന പോലെ ഒക്കെ ഞാൻ ഈശോയോട് വർത്തമാനം പറയും. ചിലപ്പോൾ ഇതെൻ്റെ പേഴ്സണായിട്ടുള്ളൊരു ഭക്തിയുടെ ഭാഗമാണ്. ഞാൻ ഈശോയോട്, പിതാവായ ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോടൊക്കെ ഞാൻ വെവ്വേറെ വർത്തമാനം പറയും. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ തീർച്ചയായും ത്രിയേക ദൈവമാണ്, എങ്കിലും നമ്മൾ 3 വ്യക്തികളുണ്ടെന്ന് പറയുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ആ ഓരോരുത്തരോടും പറയാൻ എനിക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് പുലർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രി, ശുശ്രൂഷ മിനിസ്ട്രി, പ്രത്യേകിച്ച് ഡെലിവറൻസ് മിനിസ്ട്രിയിലൊക്കെ ഇപ്പോൾ ഞാൻ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വലിയ പരീക്ഷണങ്ങൾ ആത്മീയ തലത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ വ്രതങ്ങളെ ആക്രമിക്കുന്ന തലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് കരുത്ത് തരുന്നത് ഈ പേഴ്സണൽ ടോക്കും കൂടിയാണ്. കർത്താവിനോട് ശക്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്തുതിപ്പാണ്. സ്തുതിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഭാഷാവരത്തിൽ സ്തുതിക്കാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ആയുധമാണ്. സ്തുതിപ്പിൻ്റെ മുൻപിൽ പിശാചിന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യത്തിൽ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, പിശാച്. അപ്പോൾ അവനെ ഓടിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈശോയുമായുള്ള ബന്ധത്തിൽ വളരാനും നമ്മുടെ ബോധ്യം ആഴപ്പെടാനും നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈ വിളി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബോധ്യം ആഴപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം
ഞാൻ ചെയ്യുന്നൊരു കാര്യം സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്തുതിക്കുന്ന നേരത്ത് ശരിക്കും ഞാൻ സ്വർഗത്തെ എൻ്റെ ഭാവനയിൽ കണ്ടുകൊണ്ട് സ്തുതിക്കും. ചിലപ്പോൾ ആ സ്തുതിപ്പിനിടയ്ക്ക് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ കർത്താവിന് കൊടുത്ത് സ്തുതിക്കും. അങ്ങനെ സ്തുതിച്ചൊരു ഘട്ടത്തുമ്പോൾ സ്വയം മറന്ന് സ്തുതിക്കുന്ന ഞാൻ ഇവിടെ അല്ല എന്ന് തോന്നുന്ന തരത്തിൽ ശരീരത്തിൻ്റെ ആ ഒരു അനുഭവം വിട്ടുപോകുന്ന തരത്തിലേക്കൊക്കെ പലപ്പോഴും അങ്ങനെ ഉയരാൻ പറ്റാറുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നാലാമതായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത് കൂദാശകളാണ്. കൂദാശകൾ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന 2 കൂദാശകൾ കൂടെ അതായത് എല്ലാ ദിവസവുമുള്ള വിശുദ്ധ കുർബാന അർപ്പണം. ആ കുർബാന അർപ്പണത്തിൻ്റെ ഒരുക്കവും അതിനും കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, കുർബാന അർപ്പണം, കുർബാനയ്ക്ക് ശേഷമുള്ള നന്ദി പറച്ചിൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു കാര്യവും നടക്കാതെ പോയിട്ടില്ല. ശക്തമായ ഒരു എത്ര നന്ദി പറഞ്ഞാലും തീരില്ലല്ലോ എന്നുള്ളൊരു അനുഭവം ശരിക്കും മനസ്സ് കൊടുത്ത് കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ലല്ലോ ഈശോയെ എന്നുള്ളൊരു കാര്യം. എത്രയും ആവശ്യങ്ങൾ പറഞ്ഞ് തീരുന്നില്ലല്ലോ എന്നുള്ളതല്ല, നന്ദി പറഞ്ഞിട്ട് തീരുന്നില്ലല്ലോ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കൂദാശ വിശുദ്ധ കുമ്പസാരമാണ്. വിശുദ്ധ കുമ്പസാരം കൂടെ നടത്തുന്നത് നല്ലതാണ്. അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു പാപം ചെയ്തിട്ട് പോലും ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ധാരാളം പോകുന്നത് കൊണ്ട്, ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നത് കൊണ്ടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ സാധിക്കുന്നിടത്തോളം വിശുദ്ധിയിലായിരിക്കണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്ത ബോധം എന്നിലേക്ക് കർത്താവ് നൽകി. ദൈവത്തിന് മഹത്വം. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഒരു ചെറിയ പാപം ചെയ്താൽ പോലും ഉടനെ പോയി കുമ്പസാരിക്കുക എന്നുള്ളതൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ആഴ്ചയിലെ 2 തവണയൊക്കെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. അതിനകത്ത് എനിക്കൊരു ലജ്ജയും തോന്നിയിട്ടില്ല. മാത്രവുമല്ല അതെൻ്റെ ശുശ്രൂഷയെ കൂടുതൽ ബലപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ്. പ്രൈസ് ദി ലോർഡ്.